അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദ്വാല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 18/4/2025 വലാ യഗ്തബ് ബഅ്ളുക്കും ബഅ്ളാ എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. ഒരു ചീത്ത സ്വഭാവത്തെ പറ്റിയാണ് ഖുത്ബയിൽ പരാമർശിക്കുന്നത്. അത് ഗുരുതരമായൊരു തെറ്റുകൂടിയാണ്. നമ്മുടെ ഹൃദയങ്ങളെ മലിനപ്പെടുത്തുന്ന, പരസ്പരം സ്നേഹത്തിലും ഇഷ്ടത്തിലും കഴിയുന്ന ജനങ്ങളെ അകറ്റുന്ന ഗീബത്ത് അഥവാ പരദൂഷണം നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യമാണ് പരദൂഷണം. എല്ലാ സദസ്സുകളിലും ഇന്ന് പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളൊക്കെ അത് നിറഞ്ഞ് ആടുകയാണ്. ഒരു മനുഷ്യനും അതിൽ നിന്നൊഴിവല്ല. പരദൂഷണം പറയാത്ത ഒരു നാവും ഇല്ല. അത് വലിയ തെറ്റാണ്, കുറ്റമാണ് എന്ന് പലരും മനസ്സിലാക്കിയിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൽതഖമ അഹദുൻ ലുഖ്മതൻ ശർറൻ മിൻ തിയാബി മുഅ്മിൻ. ഒരു മുഅ്മിനിനെ ഗീബത്ത് പറയുന്നതിനേക്കാൾ മോശമായ ഒരു ഉരുളയും ഒരു ഭക്ഷണവും ഒരാൾ ഭക്ഷിക്കുന്നില്ല. എങ്ങനെ ഇത് ഗുരുതരമായ തെറ്റാകാതിരിക്കും? ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് ക്ഷതപ്പെടുത്തുകയാണ് നമ്മളിതിലൂടെ. അയാളുടെ ബഹുമാനവും ആദരവും പ്രശസ്തിയുമൊക്കെ നമ്മുടെ ഈ പ്രവർത്തനത്തിലൂടെ ഇല്ലാതെയായി പോകുകയാണ്. അത് ഏറെ ഗൗരവമുള്ളതാണ്. നാം പറഞ്ഞു പരത്തുന്നത് അങ്ങനെ നടന്നുകൊണ്ടും ഇരിക്കുകയുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പരദൂഷണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദിക്റുക അഖാക ബിമാ യക്റഹ്. നിന്റെ സഹോദരനെപ്പറ്റി സഹോദരൻ്റെ അഭാവത്തിൽ അവനിഷ്ടപ്പെടാത്തത് നീ പറയുക. തിരുദൂതരോട് അപ്പോൾ ചോദിക്കപ്പെട്ടു, ഇൻകാന ഫി അഖി മാ അഖുൽ. ഞാൻ ഈ പറയുന്ന അവനിഷ്ടപ്പെടാത്ത കാര്യം അവനുള്ളതാണെങ്കിലോ? നബിതങ്ങൾ അപ്പോൾ പറഞ്ഞു, ഇൻകാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇർതബതഹു. നീ അവനിലുള്ളത് അവനിഷ്ടപ്പെടാത്തത് പറയുമ്പോഴാണ് ഗീബത്താകുക. വഇല്ലം യകുൻ ഫീഹി ഫഖദ് ബഹത്തഹു. നീ പറയുന്നത് അവനിലില്ലാത്തതാണെങ്കിലോ അത് അവനെപ്പറ്റി നീ ആരോപണം പറയലാണ്. ബുദ്ധിയുള്ള ആളുകൾ ഇതിനെപ്പറ്റി ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വലാ യഗ്തബ് ബഅ്ളുക്കും ബഅ്ളാ. നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ പരദൂഷണം പറയരുത്. അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു. നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ സഹോദരൻ്റെ മാംസം ഭക്ഷിക്കലിനെ ഇഷ്ടപ്പെടുന്നുവോ? അത് നിങ്ങൾക്ക് വെറുപ്പുള്ളതാണെങ്കിൽ അതിനേക്കാൾ വെറുപ്പുള്ളതാണ് ഗീബത്ത് പറയുക എന്നത്. സഹോദരൻ്റെ പച്ചമാംസം കഴിക്കുന്നതിനേക്കാൾ ഗുരുതരമായതാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. എത്രയെത്ര കുടുംബങ്ങളും ബന്ധങ്ങളുമൊക്കെയാണ് അത് കാരണമായിക്കൊണ്ട് ശിഥിലമായി പോയിട്ടുള്ളത്. വീടുകളുടെ അന്തരീക്ഷം മോശമായിപ്പോയി. ഭർത്താവ് ഭാര്യയെപ്പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ ഭാര്യ അവളുടെ കുടുംബത്തിൽ ചെന്ന് ഭർത്താവിനെപ്പറ്റി ഗീബത്ത് പറഞ്ഞു. രക്തബന്ധങ്ങൾ വരെ അകന്ന് കഴിയുന്നുണ്ട്. അത് വളരെ മുറിവ് വരുത്തുന്ന സംസാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ നല്ല അന്തരീക്ഷം അത്തരം പ്രവർത്തനങ്ങൾ കാരണമായിക്കൊണ്ട് മോശമായി പോകുന്നുണ്ട്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ പറ്റി, മസ്ഊലിനെ പറ്റിയൊന്നും നാം ഒരിക്കലും അത്തരം സംസാരങ്ങൾ നമ്മിൽ നിന്ന് വന്നുകൂടാ. ജനങ്ങളെ പരസ്പരം അകറ്റുകയും വെറുപ്പിക്കുകയും ചെയ്യുന്ന അതിൻ്റെ ഗൗരവം എപ്പോഴും നാം ഉൾക്കൊള്ളണം. അല്ലാഹുവേ, ഞങ്ങളുടെ നാവിനെ നീ പരദൂഷണത്തിൽ നിന്ന് രക്ഷിക്കണേ. ജനങ്ങളോട് പകവെച്ചു പുലർത്തുന്ന ഹൃദയവും മനസ്സും ഞങ്ങൾക്ക് നീ തരരുതേ എന്ന് റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് പരദൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക? നമ്മൾ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുക. പ്രത്യേകിച്ച് റബ്ബിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനം, മാ യൽഫിദു മിൻ അഹദിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങളിൽ ഒരാളും
ഒരക്ഷരവും മൊഴിയുന്നില്ല. റഖീബ് അതീദ് അലൈഹിമുസ്സലാം അത് രേഖപ്പെടുത്തിയിട്ടൊഴികെ. എൻ്റെ സംസാരം മറ്റുള്ളവരുടെ അഭാവത്തിലാണെങ്കിലും റബ്ബിൻ്റെ മലക്കുകൾ അത് എഴുതി വെക്കുന്നുണ്ട് എന്ന ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാകുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പത്നി, ആ പത്നിയിൽ നിന്നും അങ്ങനത്തെ ഒരു സംസാരം വന്നപ്പോൾ അവരോട് പറയുകയുണ്ടായി. എന്താണ് ഭാര്യ മറ്റൊരു ഭാര്യയെപ്പറ്റി പറഞ്ഞത്? അവൾ ഉയരം കുറഞ്ഞവളല്ലേ, കുറിയവളല്ലേ എന്ന ഒരു ദ്വയാർത്ഥം വരുന്ന സംസാരം നടത്തിയപ്പോൾ നബിതങ്ങൾ ആ ഭാര്യയോട് പറഞ്ഞു, ലഖദ് കുൽത്തി കലിമത്തൻ ലൗ മുസിജത്ത് ബിമാഇൽ ബഹരിൽ മസജ്തു. നീ ഇപ്പോൾ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അത് കടലിൽ കൊണ്ടുപോയി കലക്കിയാൽ ആ ജലം മുഴുവനും മലിനമാകാൻ പറ്റുന്ന അത്രയും ഗൗരവമുള്ളതാണ് നീ പറഞ്ഞ വർത്തമാനം എന്ന് നബിതങ്ങൾ അവിടുത്തെ പത്നിയോട് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. നാം ഒരിക്കലും ഒരു മുഅ്മിനിനെ പറ്റി ഗീബത്ത് പറയരുത്. നാം ഒരാളുടെയും മനസ്സിനെ മുറിപ്പെടുത്തരുത്. അത് അവരെ വല്ലാതെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യും. നമ്മൾ നമ്മുടെ സഹോദരന് നമുക്കിഷ്ടപ്പെടുന്നത് അവർക്കും ഇഷ്ടപ്പെടണം. അവരുടെ അഭാവത്തിൽ അവരിഷ്ടപ്പെടാത്തതൊന്നും നമ്മൾ പറഞ്ഞുകൂടാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഉദ്കുർ അഖാക ഇദാ ഗാബ അൻക ബിമാ തുഹിബ്ബു അൻ യദ്കുറക. നിൻ്റെ സഹോദരനെ പറ്റി നീ പറയണം. നിന്നെപ്പറ്റി പറയൽ എന്താണോ നിനക്ക് ഇഷ്ടപ്പെട്ടത് എങ്കിൽ അത്തരം വർത്തമാനങ്ങൾ മാത്രമേ നീ അവനെപ്പറ്റിയും പറയാവൂ. വദഅ മിൻഹുമാ തുഹിബ്ബു അൻ യദഅ മിൻക. നിനക്ക് അരോചകമായി പോകുന്ന ഒരു വർത്തമാനവും നീ അവനെപ്പറ്റിയും പറഞ്ഞു പോകരുത്. നീ ഇരിക്കുന്ന ഒരു മജ്ലിസിൽ ഗീബത്ത് പറയുകയാണ്, പരദൂഷണം പറയുകയാണ്, നീ നല്ല കേൾവിക്കാരനായി ഒരിക്കലും ഇരുന്നു കൊടുക്കരുത്. കവി പറഞ്ഞു, ഇദാ ജാറൈത ഫീ ഖുലുഖിൻ ദനീഅൻ ഫഅൻത വമൻ തുജാരിഹി സവാഉൻ. നീ അത് കേട്ടിരിക്കുകയാണെങ്കിൽ പറയുന്ന അവരും കേൾക്കുന്ന നീയും സമമാണ്. നീ ഒരിക്കലും അതിന് നിന്നു കൊടുക്കരുത് എന്ന് കവി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ നമ്മുടെ സഹോദരനെ പറ്റി ഒരാൾ പറ്റാത്തത് പറയുമ്പോൾ നമ്മളത് പ്രതിരോധിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ റദ്ദ അൻ ഇർളി അഖീഹി റദ്ദല്ലാഹു അൻഹു അൻ വജ്ഹിഹി അന്നാറ യൗമൽ ഖിയാമ. നമ്മൾ അവൻ്റെ അഭിമാനത്തെ സംരക്ഷിച്ചാൽ നമ്മുടെ ശരീരത്തെ അള്ളാഹു തആല അത് കാരണമായി അന്ത്യനാളിൽ നരകത്തിൽ നിന്ന് സംരക്ഷിക്കും എന്നാണ്. നമ്മൾ ആരെങ്കിലും പറ്റി ഗീബത്ത് പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. അത് അയാളിൽ എത്തി അയാൾ അത് അറിയുകയും ചെയ്താലോ നാം അയാളോട് മാപ്പ് ചോദിക്കണം, വിട്ടുവീഴ്ച ചെയ്യാൻ പറയണം. ഇനി അയാൾ അറിഞ്ഞില്ലെങ്കിലോ ആ പറഞ്ഞതിൽ നമ്മൾ ഖേദം തോന്നി റബ്ബിനോട് പൊറുക്കലിനെ തേടണം. അവരെ പറ്റിയിട്ട് നമ്മൾ നന്മ പറയുകയും അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ ചീത്ത സ്വഭാവം നമ്മൾ പാടെ വെടിയണം. നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും മക്കളെയും നമ്മളതിൽ ബോധവൽക്കരിക്കണം. അള്ളാഹുവെ, നല്ലതു പറയാനുള്ള നാവ് ഞങ്ങൾക്ക് നീ തരണമേ. ഇത്തരം പരദൂഷണം പോലത്തെ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകണമേ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.